പ്രിയമുള്ളവരെ നമസ്കാരം. സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. നമ്മുടെ മാർക്കറ്റിൽ സ്മോൾ ക്യാപ്പിലുള്ള കമ്പനികളുണ്ട്. അത്തരത്തിലുള്ള കമ്പനികളിൽ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വർക്കാവുന്നത്? എത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്? സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരുമ്പോൾ, അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അതിലുള്ള റിസ്ക് സൈഡുകൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും നിക്ഷേപവും വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുമാണ് ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്താണ് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളെ കണ്ടെത്തി ആ കമ്പനികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തി അതിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണയുണ്ടാക്കി അത്തരത്തിലുള്ള കമ്പനികളിൽ പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയാണ് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ പറയുന്ന കമ്പനികൾ ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ലീഡേഴ്സ് ആവണമെന്നില്ല. അതേപോലെ തന്നെ ഭാവിയിൽ അവർക്ക് വളർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് ഇതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളായിരുന്ന പല കമ്പനികളുമാണ് പിന്നീട് അത് മിഡ് ക്യാപ്പിലേക്കും ലാർജ് ക്യാപ്പിലേക്കും വളർന്ന് അവരുടെ സ്റ്റോക്ക് പ്രൈസുകൾ വലിയ എമൗണ്ടിലേക്ക് വളർന്ന് അങ്ങനെ അത്തരത്തിൽ പഠിച്ച് നിക്ഷേപിച്ച ആളുകൾക്ക് ഒരുപാട് ലാഭങ്ങൾ കൊടുത്ത ലാർജ് ക്യാപ് കമ്പനികളെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്മോൾ ക്യാപ്പിലുള്ള അത്തരത്തിലുള്ള നല്ല സ്റ്റോക്കുകളെ പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ ഒരു മികച്ച ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നാം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം? ഒന്ന്, ഇതിനൊരു ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ചിലപ്പോൾ ചെറിയ കമ്പനികളാവാം, പക്ഷെ ഭാവിയിൽ അതൊരു മികച്ച കമ്പനിയായി വളരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇത് വലിയ മൾട്ടി ബാഗറായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പല സ്റ്റോക്കുകളും ചിലപ്പോൾ ഒരു 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ലാഭം തരാൻ സാധ്യതയുണ്ടാണ്. ഇപ്പോഴത്തെ സ്റ്റോക്ക് പ്രൈസ് 100 രൂപയാണെങ്കിൽ പോലും അത് ചിലപ്പോൾ ഒരു 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ 1000 2000 ആവാൻ സാധ്യതകൾ ഇത്തരത്തിലുള്ള സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾക്കുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് മാർക്കറ്റിൽ വലിയ വലിയ അറ്റൻഷനൊന്നും കിട്ടാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ അണ്ടർ വാല്യൂ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്ക് ഇത്തരം സ്റ്റോക്കുകൾ കിട്ടാനുള്ള സാധ്യതകൾ, സ്റ്റോക്ക് പ്രൈസുകൾ വാങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ളൊരു കാരണം. ഇനി എപ്രകാരം മികച്ച ഒരു സ്മോൾ ക്യാപ് കമ്പനിയെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രോങ് റവന്യൂ ഗ്രോത്തുള്ള കമ്പനിയെ തന്നെയായിരിക്കണം അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഏറ്റവും ചുരുങ്ങിയ പ്രൈസിൽ കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് വെറുതെ പോയിട്ടൊരു സ്മോൾ ക്യാപ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അവർക്കൊരു പ്രോപ്പർ റവന്യൂ ഗ്രോത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കഴിഞ്ഞൊരു 3-4 വർഷത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ച് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. രണ്ടാമതായിട്ട് ഒരു പ്രൊഫിറ്റബിൾ ബിസിനസ് ആണോ എന്ന് എപ്പോഴും നോക്കിയിരിക്കണം. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ കമ്പനി പ്രൊഫിറ്റബിൾ അല്ലെങ്കിൽ പിന്നെ അതിൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് പ്രൊഫിറ്റബിളായിട്ട് റൺ ചെയ്തു പോകുന്ന ബിസിനസ് ആണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. മൂന്നാമതായിട്ട് അതിൻ്റെ കടങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം. ലോ ഡെപ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സീറോ ഡെപ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഡെപ്റ്റ് ഇല്ലാത്ത, കടമില്ലാത്ത ഒരു കമ്പനി ആയിരിക്കണം എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാനേജ്മെൻറ്റ് എത്തരത്തിലുള്ളൊരു മാനേജ്മെൻറ്റാണ്. കൃത്യമായിട്ടുള്ള വിഷനുള്ളൊരു മാനേജ്മെൻറ്റാണോ, അതല്ലോ വലിയൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പുതിയൊരു വെഞ്ചറാണോ ഇത്? അപ്പോൾ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവിടുത്തെ മാനേജ്മെൻറ്റ് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും വലിയൊരു കമ്പനിയുടെയൊക്കെ ഒരു ഫൗണ്ടറേഴ്സ് ആയിരുന്നോ, അതല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകളാണോ എന്നൊക്കെ പഠിച്ച് അതിൻ്റെ സ്ട്രോങ് മാനേജ്മെൻറ്റ് ആണോ എന്നുകൂടി നിങ്ങൾ പഠിക്കണം.
പിന്നെ ഈ പറഞ്ഞ കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണെന്ന് നോക്കണം. കാരണം ആ ഇൻഡസ്ട്രിയും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഇൻഡസ്ട്രികൾ കുറേ കാലത്തേക്ക് വളരാതെ കിടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരു ഗ്രോത്ത് ഉള്ളൊരു ഇൻഡസ്ട്രിയിലും കൂടിയാണോ ഈ കമ്പനിയുടെ ലെവലുള്ളത് എന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഇതിൽ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കമ്പനികളെ കണ്ടെത്തി മിനിമം ഒരു 10 വർഷത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ, 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതിലൊരു വലിയ ഗുണമുണ്ടാക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇതിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റയടിക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് വാങ്ങാതെ ഒരു SIP മോഡിൽ, അത് എല്ലാ മാസവും കുറച്ച് സ്റ്റോക്കുകൾ ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ചിട്ട് സ്റ്റോക്ക് വാങ്ങിപ്പോവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്മോൾ ക്യാപ്പുകളിൽ ഒരു 1-2 സ്മോൾ ക്യാപ്പുകളെ മാത്രം ചൂസ് ചെയ്യാതെ ചുരുങ്ങിയതൊരു 5 കമ്പനികളെങ്കിലും ചൂസ് ചെയ്ത് അതിലൊരു SIP ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും പിന്നെ എല്ലാ കമ്പനികളും പ്രോഫിറ്റബിൾ ആവണമെന്നോ അല്ലെങ്കിൽ നാളത്തെ ഒരു മൾട്ടി ബാഗേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. 1-2 കമ്പനികൾ മതി. ചിലപ്പോൾ പക്ഷേ മറ്റു കമ്പനികൾ നഷ്ടത്തിൽ പോയാൽ പോലും ഈ ഒരു ലാഭം മതി നമുക്ക് അതിൻ്റെ നഷ്ടം നികത്താനും അതിലുപരിയായിട്ട് മികച്ച ലാഭം നമുക്ക് ഉണ്ടാക്കി തരാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മിനിമം ഒരു 5 സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു 10 സ്ഥലത്തോ ഒക്കെ ചെറിയ രീതിയിൽ അങ്ങനെ കണ്ടെത്തിയ അത്തരം പിന്നെ സ്റ്റോക്കുകൾ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നല്ലൊരു പ്രൈസിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ SIP ആയിട്ട് ചെയ്തു പോകുന്ന കമ്പനിയാണെങ്കിൽ കൂടുതൽ സ്റ്റോക്കുകൾ ആ സമയങ്ങളിൽ വാങ്ങാൻ ശ്രമിക്കുക. അത് ഈ കമ്പനിക്ക് ഫണ്ടമെൻ്റലി വേറെ പ്രോബ്ലംസുകളൊന്നുമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുക. അത് മാത്രമല്ല മാർക്കറ്റ് കറക്ഷനുള്ള സമയങ്ങൾ വാങ്ങിയാൽ തീർച്ചയായിട്ടും അത് നല്ല പ്രൈസിൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. ആരാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ നല്ല പേഷ്യൻസ് ഉള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. നമുക്ക് ലോങ് ടൈമിലേക്ക് ആവശ്യമില്ലാത്തൊരു സമ്പാദ്യമായിരിക്കണം. ഇൻ കേസ് നഷ്ടപ്പെട്ടാലും അതൊരു പ്രശ്നമില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ള പണമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ റിസ്ക് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് റിസ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതീക്ഷയോടുകൂടി പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം സ്റ്റോക്കുകൾ ഭാവിയിൽ പെർഫോം ചെയ്യാതിരിക്കാൻ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു 1-2 സ്റ്റോക്ക് സ്മോൾ ക്യാപ്പിൽ മാത്രം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചുരുക്കാതെ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ചുരുങ്ങിയതൊരു 5 അല്ലെങ്കിൽ കൂടുതലോ സ്ഥലങ്ങളിലൊക്കെ നിശ്ചിത എമൗണ്ടുകൾ കൃത്യമായിട്ട് വിഭജിച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയ വെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് നാം ഇന്ന് പഠിച്ചത്. വളരെ മികച്ചൊരു സ്ട്രാറ്റജി തന്നെയാണ്. പല ആളുകളും പഠിച്ച് മനസ്സിലാക്കി വലിയ വെൽത്തുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പഠിക്കുക, അത്തരം സ്ട്രാറ്റജികളും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.